ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. പൊതുവെ പലർക്കുമുള്ള ഒരു സംശയമാണ്, ഈ പിതൃബലി എത്ര വർഷം ചെയ്യണം? 12 വർഷം ചെയ്താൽ മതിയോ? അതല്ലെങ്കിൽ ഞാൻ തിരുനെല്ലിയിൽ പോയി ബലിയിട്ടു, അല്ലെങ്കിൽ കാശിയിൽ പോയി ബലിയിട്ടു, അതുകൊണ്ട് ഇനി ചെയ്യണ്ട. രാമേശ്വരത്ത് പോയി ബലിയിട്ടു, അല്ലെങ്കിൽ കഴിഞ്ഞ 12 വർഷമായി ഞാൻ ബലിയിടുന്നു, അതുകൊണ്ട് ഇനി ചെയ്യണ്ട. ഇങ്ങനെയൊക്കെയുള്ള ചില വിശ്വാസങ്ങൾ നമ്മളിൽ പലർക്കുമുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ പലരും പല അഭിപ്രായം പറയുന്നത് കൊണ്ട് ഇതിനെപ്പറ്റി ഒരു കൃത്യമായ ഒരു മറുപടി ആവശ്യമുണ്ട് എന്ന് തോന്നിയിട്ട് ആചാര്യനോട് ചോദിച്ചപ്പോൾ ആചാര്യൻ പറഞ്ഞു തന്ന മറുപടിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. അതായത്, നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന സമയം അവരെ ശുശ്രൂഷിക്കണം. അതാണ് ഏറ്റവും ഉത്തമമായ കാര്യം. അവരെ സ്നേഹത്തോടു കൂടി ശുശ്രൂഷിക്കണം. അവരുടെ മരണശേഷം നമ്മൾ വർഷത്തിലൊരിക്കൽ ഒന്നുകിൽ അവരുടെ മരിച്ച നാള് ദിവസം, മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവരുടെ നാള് എന്ന് പറയുന്നത് അവരുടെ മരണനാളാണ്, അല്ലാതെ ജന്മനാളല്ല. അക്കാര്യം നിങ്ങൾ പ്രത്യേകമായി ഓർക്കുക. മരിച്ച നാളാണ് പിന്നീട് നമ്മൾ പിതൃകർമ്മങ്ങൾക്കും അതുപോലെ തിലഹോമം അങ്ങനെയുള്ള കാര്യങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആ നാള്, അതായത് ഇപ്പോൾ ചിങ്ങമാസത്തിലെ രോഹിണി നക്ഷത്രത്തിലാണ് ഒരാൾ മരിച്ചതെങ്കിൽ എല്ലാ വർഷവും ഒന്നുകിൽ നിങ്ങൾക്ക് ചിങ്ങമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ നിങ്ങൾക്ക് ബലിയിടാം. അതല്ലെങ്കിൽ ചിലർ തിഥി നോക്കും. ചിങ്ങമാസത്തിലെ അഷ്ടമി തിഥിയിലാണ് അല്ലെങ്കിൽ സപ്തമി തിഥിയിലാണ് ജനിച്ചത്, അതിൽ തന്നെ ശുക്ലപക്ഷവും കൃഷ്ണപക്ഷവും വരും. അതിൽ ഒരാൾ ചിങ്ങമാസത്തിൽ ശുക്ലപക്ഷ അഷ്ടമി തിഥിയിലാണ് മരണപ്പെട്ടതെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ചിങ്ങമാസത്തിലെ ഏത് നാളിലാണോ മരണപ്പെട്ടത് അങ്ങനെ. ഓരോരുത്തരുടെയും ഇഷ്ടം അതനുസരിച്ചിട്ട് എല്ലാ വർഷവും ആ നാളിൽ നമുക്ക് ബലിയിടാം. അതല്ലെങ്കിൽ പൊതുവായിട്ട് കർക്കിടക വാവിന് ബലിയിടുന്ന ഒരു സമ്പ്രദായമുണ്ട്. അവിടെ എല്ലാ പിതൃക്കൾക്കും വേണ്ടിയിട്ടാണ് ബലിയിടുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ മരിച്ചുപോയ എല്ലാവർക്കും ആ ദിവസം നമ്മൾ എല്ലാവരെയും ഓർക്കും. കർക്കിടക വാവിന് അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ബലിയിടുന്നത്. മറ്റേത് നാള് നോക്കി നമ്മൾ ബലിയിടുമ്പം ആ ഒരു വ്യക്തിയെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ബലിയിടുന്നത്. നമ്മുടെ ഇഷ്ടം എങ്ങനെ ഇടണം എന്നുള്ളത്. വർഷത്തിൽ ഒരിക്കലാണ് നമ്മൾ അവർക്ക് വേണ്ടി ഇത്തരം ഒരു കാര്യം ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിതൃകർമ്മങ്ങൾ പോലുള്ള അനുഷ്ഠാനങ്ങൾ നമ്മൾ വെച്ചിരിക്കുന്നത്. നമ്മൾ മരിച്ചുപോയവരെ ഓർക്കുന്നു വർഷത്തിലൊരിക്കലെങ്കിലും. നമ്മളിലൂടെ അടുത്ത തലമുറ അവരെ ഓർക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ മഹാഭാരതത്തിലെ ഒരു കഥ പഠിച്ചു, ജരത്കാരുവിൻ്റെ. അവിടെ പിതൃകർമ്മത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി വ്യാസഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കുടുംബം അന്യം നിന്ന് പോകാതിരിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും വ്യാസൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗങ്ങളാണ്. ഒരാൾ എത്ര കാലം അവരുടെ പൂർവികർക്ക് വേണ്ടി ബലിയിടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ജീവനുള്ളിടത്തോളം കാലം ബലിയിടണം എന്നാണ് ആചാര്യൻ പറയുന്നത്. ഹൈന്ദവ വിശ്വാസവും അതുതന്നെയാണ് പറയുന്നത്. എനിക്ക് എഴുന്നേറ്റ് പോയി ബലിയിടാൻ സാധിക്കുന്ന ആരോഗ്യം ഉള്ള അത്രയും കാലം ഞാൻ എൻ്റെ പൂർവികർക്ക് വേണ്ടി ബലിയിടണം. എനിക്കതിന് സാധിക്കാതെ വരുമ്പോൾ എൻ്റെ അടുത്ത തലമുറയെ അത് ഏൽപ്പിക്കണം. അതാണ് ആചാര്യൻ പറയുന്നത്. ഹൈന്ദവ വിശ്വാസവും അതുതന്നെയാണ് പറയുന്നത്. പക്ഷെ ചിലർ ഞാൻ 12 വർഷം അല്ലെങ്കിൽ 14 വർഷം അല്ലെങ്കിൽ 15 വർഷം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത്രയും വർഷം
ഞാനൊരു സാധന പോലെ ഈ ദിവസം, അതായത് മരിച്ച നാളെ അല്ലെങ്കിൽ തിഥി ദിവസം ഞാൻ ചെയ്യും എന്നൊക്കെ ചിലരൊരു ദൃഢപ്രതിജ്ഞ എടുത്തിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും അവർ ആണ്ടുബലി, അതായത് കർക്കിടക വാവ് ബലി ഇടുന്നത് വളരെ വളരെ ഉത്തമമാണ്. അത് ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അതിലൂടെയാണ് നമ്മുടെ സംസ്കാരം, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ വളരുന്നത്. നമ്മുടെ സന്താനങ്ങൾ അത് കണ്ടാണ് പഠിക്കുന്നത്. അത് ചെയ്യണം, പിതൃക്കളെ സംതൃപ്തിപ്പെടുത്തണം എന്നാണ് പറയുന്നത്. അത് ഏത് കാശിയിൽ പോയി നമ്മൾ ബലിയിട്ടാലും, ഏത് രാമേശ്വരത്ത് പോയി ബലിയിട്ടാലും, തിരുനെല്ലിയിൽ പോയി ബലിയിട്ടാലും അതോടുകൂടി അവിടെ അവസാനിക്കുന്നില്ല. അതോടുകൂടി നമ്മൾ മറന്നു പോവുകയല്ലല്ലോ. കാശിയിൽ കൊണ്ടുപോയി ഒഴുക്കി ബലിയിട്ടു, അതോടുകൂടി അവരെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ കൂടി നമ്മൾ ഒഴുക്കിക്കളയുകയല്ല. നമ്മൾ ജീവനുള്ളിടത്തോളം കാലം നമ്മുടെ കൂടെ ആ ഓർമ്മകളും ഉണ്ടാകണം. അതിനുശേഷം ആ ഓർമ്മകൾ അടുത്ത തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുകയും വേണം. കൊച്ചുമക്കൾ ബലിയിടുന്നത് വളരെ വളരെ ഉത്തമമാണ്. നമ്മുടെ മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും ഒക്കെ വേണ്ടിയിട്ട് കൊച്ചുമക്കളെ കൊണ്ട് നമുക്ക് ബലിയിടിക്കാം. അത് വളരെ ഉത്തമമാണ്. നമുക്ക് നമ്മുടെ മുത്തശ്ശന്മാർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി ബലിയിടാം. അതല്ലാതെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നത് കൊണ്ട് മുത്തശ്ശന് വേണ്ടിയിട്ടോ മുത്തശ്ശിക്ക് വേണ്ടിയോ ബലിയിടാൻ പാടില്ല എന്ന് യാതൊരു നിയമവും ഇല്ല. കൊച്ചുമക്കൾക്ക് ബലിയിടാം. കാരണം ജരത്കാരു എന്ന ഋഷി വാസുകിയുടെ സഹോദരിയായ ജരത്കാരു എന്ന നാഗകന്യകയെ വിവാഹം കഴിച്ചത് ഒരു പുത്രനുണ്ടാകാൻ വേണ്ടിയിട്ടായിരുന്നു. ആ പുത്രനാണ് ആസ്തികൻ. ജരത്കാരുവിൻ്റെ പൂർവികരെ നരകത്തിൽ നിന്നും സംരക്ഷിച്ചത് ഈ ആസ്തികനാണ്. അതിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കൊച്ചുമക്കൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അവരെ കൊണ്ട് ബലിയിടിപ്പിക്കാം. ആർക്ക് വേണ്ടിയിട്ട്? അപ്പൂപ്പനും അമ്മുമ്മയ്ക്കും നമ്മുടെ കുടുംബത്തിലെ ഒരുപാട് മുതിർന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊക്കെ, മരിച്ചുപോയ ആളുകൾ, അമ്മാവന്മാർ, അങ്ങനെ ആരെങ്കിലുമൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ബലിയിടിപ്പിക്കാം. അവരുടെ ബലി സ്വീകരിക്കുക തന്നെ ചെയ്യും. കാരണം മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും മക്കളേക്കാൾ കൂടുതൽ വാത്സല്യം ആരോടാണ്? കൊച്ചുമക്കളോടാണ്. അതുകൊണ്ട് തന്നെ അവർക്കും ചെയ്യാം. ഒരാൾ എത്ര കാലം ബലി ഇടണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്കിപ്പോൾ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. അയാളുടെ ജീവൻ ഉള്ളിടത്തോളം കാലം അയാൾക്ക് എഴുന്നേറ്റ് പോയി ബലിയിടാൻ സാധിക്കുന്ന അത്രയും കാലം അയാൾ തൻ്റെ പിതൃക്കൾക്ക് വേണ്ടി ബലിയിടണം. അച്ഛനെയും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ഒരു നേരം വെള്ളം പോലും കൊടുക്കാത്ത ഒരുത്തൻ പോയിരുന്ന് ബലിയിട്ടത് കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഒരു കുറ്റബോധമെങ്കിലും അയാളുടെ മനസ്സിലുണ്ടാകുന്നു എങ്കിൽ അത് വളരെ നല്ലതാണ്. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ അവരെ നോക്കുകയും മരിച്ചു കഴിയുമ്പോൾ അവർക്ക് വേണ്ടി ബലിയിടുകയും ചെയ്യുന്ന ഒരു പുത്രനോ പുത്രിയോ അവർ അടുത്ത തലമുറയ്ക്ക് നല്ല ഒരു സന്ദേശമാണ് കൈമാറുന്നത് എന്ന് ആലോചിക്കുക. നമ്മൾ ചെയ്യുന്നത് കണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. നമ്മൾ കൃത്യമായി കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അവരും നമ്മളോട് കൃത്യമായി കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. നമ്മൾ എങ്ങനെയാണോ അവരോട് പെരുമാറുന്നത്, അതായത് നമ്മുടെ പൂർവികരോട് എങ്ങനെയാണോ പെരുമാറുന്നത്, അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളോട് പെരുമാറുന്നത്. ആ കാര്യമൊക്കെ ഇടയ്ക്കൊന്ന് ഓർക്കുന്നത് വളരെ നല്ലതാണ്. പലപ്പോഴും പല തെറ്റുകളിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കാൻ ഇതൊക്കെ സഹായിക്കും. അതുപോലെ ഈ മഹാഭാരതത്തിലും ഭാഗവതത്തിലുമൊക്കെ ധാരാളം കഥകൾ പറയുന്നുണ്ട്. ആ കഥകളിലൂടെയൊക്കെ കുടുംബ ബന്ധങ്ങളുടെ അടിത്തറയും അവർ തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റിയുമൊക്കെ വളരെ വിശദമായി പറയുന്നത് നമ്മളതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ആ ജരത്കാരുവിൻ്റെ കഥ പറഞ്ഞതും അതിനു വേണ്ടി തന്നെയാണ്. ആ കഥകളിലൂടെയൊക്കെ വ്യാസഭഗവാൻ നമ്മളെ പറഞ്ഞു തരുന്നത്, അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതം വളരെ സന്തോഷകരമായി തീരും, സമാധാനപൂർണ്ണമായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഏറ്റവും വലിയ ദോഷമാണ് പിതൃദോഷം. ആ ദോഷം ഉണ്ടാകാതെ
സൂക്ഷിക്കേണ്ടത് ഓരോ ഹൈന്ദവ വിശ്വാസിയുടെയും ഉത്തരവാദിത്തമാണ്. കാരണം സർപ്പദോഷം, പിതൃദോഷം ഇത് രണ്ടും നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് പിതൃക്കളെയും സർപ്പങ്ങളെയും സംരക്ഷിക്കണം. നമ്മുടെ ജീവന്, നമ്മുടെ ജീവിതത്തിന് അവരുടെ അനുഗ്രഹം വളരെയധികം ആവശ്യമാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ബലിയിടുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും എത്ര കാലം ബലിയിടണം എന്നുള്ളതിനെ പറ്റിയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഭാഗവതത്തിലെയും രാമായണത്തിലെയും കഥകളൊക്കെ പഠിക്കുക, നാമം ജപിക്കുക. അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ മൂത്ത ആൾ ബലിയിടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇടണ്ട, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഒരു വീട്ടിൽ 5 മക്കളുണ്ടെങ്കിൽ 5 പേർക്കും ബലിയിടാം. ഒരാൾ മാത്രം അച്ഛനെയും അമ്മയും ഓർത്താൽ മതിയോ? പോരാ. അത് മൂത്ത ആളുടെ മാത്രമായി, മൂത്ത മകൻ്റെയോ മകളുടെയോ ഉത്തരവാദിത്തം മാത്രമായി നിങ്ങൾ കണക്ക് കൂട്ടണ്ട. എല്ലാവരും ചെയ്യണം. എല്ലാവരും ചെയ്യുന്നതാണ് ഐശ്വര്യം. അവർക്ക് മാത്രം ഐശ്വര്യം ലഭിച്ചാൽ മതിയോ? മൂത്ത മകനും മൂത്ത മകൾക്കും മാത്രം ഐശ്വര്യം കിട്ടിയാൽ മതിയോ? നിങ്ങൾക്ക് വേണ്ടേ? ആ കാര്യം കൂടി ഒന്ന് ചിന്തിക്കുക. നാമം ജപിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.